ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബീഫിൻ്റെ അണ്ടർക്കട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അണ്ടർക്കട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. നമ്മുടെ നട്ടലിനും റിബിനും ഇടയ്ക്കുള്ള ഒരു മസിൽ പോലത്തെ ഒരു പാളിയാണത്. അത് ഒരു പോത്തിനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-2.5 കിലോനെ തൂക്കം വരുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ ആ മാംസം. പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ചിക്കൻ്റെ അത്ര പോലും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണ് മുന്നേ നമുക്കത് റെഡിയായി കിട്ടും. നമ്മൾ കടകളിൽ ഇറച്ചി വിൽക്കുന്ന കടയിൽ ചെന്നിട്ട് അണ്ടർക്കട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവർ കട്ട് ചെയ്ത് തരും. മിക്കവരും ആ ഒരു പീസ് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് തരുള്ളൂ മിക്കവരും. അപ്പോൾ നമ്മൾ അണ്ടർക്കട്ട് വെച്ച് നല്ല അടിപൊളി വളരെ സ്വാദിഷ്ടമായ ഒരു ഡ്രൈ റോസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1.5 കിലോ അണ്ടർക്കട്ടാണ് എടുത്തിരിക്കുന്നത്, ബീഫിൻ്റെ അണ്ടർക്കട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു 3/4 സ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാലയിൽ നമ്മൾ കുരുമുളക് പൊടി ഇട്ടത് കൊണ്ട് ഞാൻ വേറെ ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് ഒരു 2 സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ കുറച്ച് വേപ്പില, ഇഞ്ചി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, ഇനി നമുക്ക് 2-3 പച്ചമുളക് കട്ട് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ നിറയെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഇത് മാറ്റി വയ്ക്കാം. കാരണം ഇതിലേക്ക് ആ മുളകും അതെല്ലാം നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാറ്റി വെച്ചതിന് ശേഷം മാത്രം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല, ഒരു തുള്ളി വെള്ളം പോലും നമ്മളിതിൽ ചേർക്കുന്നില്ല. അല്ലാതെയാണ് നമ്മളിപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപടി നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന അതേപടിയാണ് നമ്മളിതിലേക്ക് സ്റ്റൗവിലേക്ക് കയറ്റി വെച്ച് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇപ്പോൾ കുക്ക് ചെയ്യുക, എന്നാലേ നമുക്കതൊന്ന്, അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ ഫുൾ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിലത്തെ വെള്ളമൊക്കെ കുറച്ച് പറ്റി തുടങ്ങി. ആദ്യം ഇറങ്ങി വന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. മൂടി വെക്കണമെന്നില്ല, നല്ല ഡ്രൈ ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ തുറന്ന് വെച്ച് തന്നെ നമ്മൾ കുക്ക് ചെയ്യണം. ഇപ്പം അതിലത്തെ വെള്ളം മൊത്തം വറ്റിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരല്പം മാത്രം മതി, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഉള്ളി എത്രയായാലും കുഴപ്പമില്ല, ഇത്തിരി 1 കപ്പ് എന്നുള്ളത് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറിയ ഉള്ളി ചേർക്കണം, എന്നാലേ അത്ര ടേസ്റ്റ് വരുള്ളൂ. ഇതിനി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും ഫ്രൈ ആയി കിട്ടുന്ന പോലെ നമുക്ക് കിട്ടും.
ഇതൊട്ടും തന്നെ വേവില്ലാത്ത ഒരു ഇറച്ചിയാണ്. സാധാരണ നമ്മൾ ബീഫൊക്കെ വേവിക്കാനായിട്ട് വെക്കുമ്പോൾ വെള്ളമൊഴിച്ച് വെക്കണം, എന്നാലേ വെന്ത് കിട്ടുകയുള്ളൂ. കുക്കറിലാണെങ്കിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇതേപോലെ വെക്കുമ്പോൾ വെള്ളമൊഴിച്ച് വേവിക്കണം. പക്ഷേ ഈ ഇറച്ചിക്ക് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും. പിന്നെ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. 10 മിനിറ്റ് മതി ശരിക്കും ഇത് വേവാനായിട്ട്. അപ്പോൾ ഞാനിത് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഉള്ളി ഞാൻ നല്ലതുപോലെ മൊരിയിച്ചിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് ഇതിന് മേലെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി ഇത് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. പക്ഷേ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നമുക്കൊരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഒത്തിരി ഡ്രൈ ആക്കിയിട്ടില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുറച്ച് സമയം മതി, ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ കുക്കറിലല്ല അല്ലാതെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അണ്ടർകട്ട്, ബീഫിൻ്റെ അണ്ടർകട്ട് ചോദിച്ച് വാങ്ങിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.